വിഷമം വരുമ്പോൾ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു റെസ്പോൺസ് എന്താണ്? ഞാനൊക്കെ ആണെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ച് കുറച്ച് നേരം ഇരിക്കും, അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ കുറച്ച് നേരം ഇരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറേ ആലോചിക്കും. ഇതാണ് നമ്മൾ നാച്ചുറലി പൊതുവെ എല്ലാവരും ചെയ്യുക. പക്ഷേ അത് ശരിയല്ല എന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. കാരണം നമ്മളങ്ങനെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ലോൺലിനെസ്, നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ ലൂപ്പിലിട്ട് ഇങ്ങനെ ആലോചിക്കായിരിക്കും. ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം, നമ്മുടെ ബ്രെയിന് നമ്മളെ പറ്റിക്കുകയാണ്. കാരണം നമ്മളുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ല, പക്ഷേ ഒരു ലൂപ്പിൽ ഇങ്ങനെ ഒരു പാട്ട് പ്ലേ ചെയ്ത പോലെ ആ തോട്ട്സ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസ് എന്താ? നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ വി മേ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് സൊല്യൂഷൻസ്. അത് നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും നല്ല മാർഗം, നിങ്ങൾ ആ ഒരു രീതിയിലുള്ള പ്രശ്നം സോൾവ് ചെയ്ത് അല്ലെങ്കിൽ അനുഭവിച്ച ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങൾ കിട്ടും. അപ്പോൾ ആ ഒരു പോസിബിലിറ്റീസ് നിന്ന് നമ്മൾ പറയില്ല, ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ, ഒരു ചെറിയൊരു പ്രതീക്ഷ നമുക്ക് കിട്ടും. പിന്നെ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ അത് എഴുതിയ ആളുമായിട്ടുള്ള ഒരു കൺവേഴ്സേഷനാണ്, ഒരു സംഭാഷണമാണ്. 100 കൊല്ലം 200 കൊല്ലം 500 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ച ആളുകളുമായിട്ടുള്ള കൺവേഴ്സേഷൻ. പിന്നെ മനുഷ്യൻ്റെ ഇമോഷൻസ് എടുക്കുകയാണെങ്കിൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും മനുഷ്യൻ്റെ ഇമോഷൻസൊക്കെ സെയിമാണ്. അപ്പോൾ ആ ഒരു ഇമോഷനിലൂടെ പോയി ആ വേദനകൾ അനുഭവിച്ച ആളുകളുടെ ആ ഒരു കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമാവും. അത് ഒരാളെടുത്ത് നമുക്ക് വളരെ അധികം ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഭാഗ്യം ജീവിതത്തിൽ എവിടെയാണ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലെങ്ങനെ വിഷമങ്ങൾ തോന്നുകയാണ്, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്താ ചെയ്യാന്നറിയില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ വാതിലടച്ച് സ്വന്തം ആ ഒരു തോട്ട്സിൻ്റെ ആ ഒരു പ്രിസണിൽ ഒരു പ്രിസണർ, ആ ഒരു തടവുകാരനായിരിക്കാതെ പുറത്തേക്ക് വന്ന് ഈ സൺലൈറ്റും ഈ കാറ്റും ഒക്കെ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ യു മൈറ്റ് ഫീൽ ഡിഫറെൻറ്റ്. പിന്നെ ഒരു നല്ലൊരു കൂട്ടുകാരനുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിൽ നിന്നും പുറത്തേക്കുള്ള ഒരു വാതിൽ, അതിൻ്റെ ചാവിയും നമുക്ക് കിട്ടും. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ലൂപ്പടിക്കാതെ ബി ഹോപ്പ്ഫുൾ ആൻഡ് കീപ് ഗോയിങ്, യു വിൽ ഫൈൻഡ് എ വേ ഔട്ട്.